സഹകാരി ന്യൂസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ മാധ്യമ ലോകം പാപ്പരാസികൾക്ക് തുല്യമായി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശ യാത്രകളെ വിടാതെ പിന്തുടരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അത്തരത്തിൽ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കുടുംബത്തോടൊപ്പം വിദേശയാത്ര പോകുന്നത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി സ്വന്തം കാശിന് യാത്ര പോകുന്നതിൽ തെറ്റില്ല. CPIMകാർക്ക് മാത്രം ഇതൊന്നും പാടില്ല എന്ന ചിന്താഗതി മാധ്യമപ്രവർത്തകർ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. UDF മന്ത്രിസഭയിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, PK അബ്ദുൾ റബ്ബ്, PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, ഷിബു ബേബി ജോൺ എന്നിവർ യാത്ര പോയതിനെപ്പറ്റി ആരും ചർച്ച ചെയ്തില്ല. രാഹുൽ ഗാന്ധി ആരോടും പറയാതെ വിദേശയാത്രകൾ നടത്തിയതിലും ആർക്കും പ്രശ്നമില്ല. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ ആർക്കും ചുമതല കൈമാറേണ്ട ആവശ്യമില്ല. ഫയലുകൾ പരിശോധിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഇപ്പോഴുണ്ടെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിസഭാ യോഗം നീട്ടിവച്ചത് 1-2 അജണ്ടകൾ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ടാണെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ബാങ്കിംഗ് മേഖലയിലെ ജപ്തി നടപടികളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന വിധം നിയമ ഭേദഗതി ഒരുങ്ങുകയാണ്. 20 ലക്ഷം വരെ കുടിശ്ശികയ്ക്ക് ബാങ്ക് ജപ്തി നീട്ടി തുക ഗഡുക്കളായി തിരിച്ചടയ്ക്കുന്നതിന് അനുവദിക്കാൻ സർക്കാരിന് അധികാരം വരുന്നു. ഇതിനുള്ള നിയമ ഭേദഗതി നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 10 ഗഡുക്കളായാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഇത് ജപ്തി ഭീഷണി നേരിടുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമായി മാറും. 20 ലക്ഷത്തിന് മുകളിലുള്ളവയിൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലാണ് തീരുമാനമെടുക്കേണ്ടത്. ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ ഉൾപ്പെടെ റവന്യൂ വകുപ്പ് വഴി നടത്തുന്ന ജപ്തിയിൽ സർക്കാരിന് ഇടപെടാം. പക്ഷേ കേന്ദ്ര നിയമമായ സർഫാസിക്ക് വിട്ട കേസുകളിൽ ഇടപെടാൻ കഴിയില്ല. 1 ലക്ഷത്തിനുമേൽ കിട്ടാക്കടം കോടതിയുടെയോ ട്രിബ്യൂണലിന്റെയോ ഇടപെടലില്ലാതെ തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് സർഫാസി അധികാരം നൽകുന്നു. ജപ്തിക്ക് അനുമതി തേടി ബാങ്കുകൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ സമീപിക്കുമ്പോൾ സർക്കാർ ഇളവുകൾ അനുവദിക്കാറുണ്ടായിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് ബാങ്കുകളുടെ കേസിൽ 2019 ഹൈക്കോടതി ഉത്തരവിട്ടു. മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർക്ക് സ്റ്റേ അനുവദിക്കാനോ കുടിശ്ശിക ഗഡുക്കളാക്കാനോ അധികാരമില്ലെന്നായിരുന്നു ഉത്തരവ്. അപ്പീലിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് നിയമ ഭേദഗതിക്ക് തീരുമാനിച്ചത്. 10,000-കണക്കിന് അപേക്ഷകളാണ് ഇളവ് തേടി സർക്കാരിൽ കെട്ടിക്കിടക്കുന്നത്. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ കരട് ബിൽ നിയമവകുപ്പ് അന്തിമമാക്കും. റവന്യൂ വകുപ്പ് മന്ത്രി സഭയിൽ അവതരിപ്പിക്കും. കരടിൽ വന്ന പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് കുടിശ്ശികയുടെ തോതനുസരിച്ച് തഹസിൽദാർ, കളക്ടർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നിവർക്കാണ് ജപ്തി ഒഴിവാക്കാനുള്ള അധികാരം. തഹസിൽദാർക്ക് 2.5 ലക്ഷം രൂപ വരെ കുടിശ്ശിക ഗഡുക്കളാക്കി മാറ്റാം. കളക്ടർക്കും മന്ത്രിമാർക്കും 5 ലക്ഷം, ധനമന്ത്രിക്ക് 10 ലക്ഷം, മുഖ്യമന്ത്രിക്ക് 20 ലക്ഷം വരെ ഗഡുക്കളാക്കി മാറ്റാൻ അധികാരം ഉണ്ടാകും. ഭരണകക്ഷിയുടെ മൂക്കിനു താഴെ ഡൽഹിയുടെ സ്ഥിരാകേന്ദ്രത്തിൽ കേന്ദ്ര ഭരണകൂടത്തെ വിറപ്പിച്ച കെജ്രിവാളിന് ഒന്നിനു പുറകെ ഒന്നായ കേസുകളുടെ ഘോഷയാത്ര. കെജ്രിവാളിനെ സ്ഥിരമായി ജയിലിൽ പാർപ്പിക്കാനുള്ള ഭരണകൂട തന്ത്രമല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് രാജ്യത്തെ നിഷ്പക്ഷ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെള്ളിയാഴ്ച ആദ്യ കുറ്റപത്രം സമർപ്പിച്ചേക്കും. മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണെന്ന് ആരോപിച്ചുള്ള കുറ്റപത്രമാകും ഡൽഹി റൌസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി മുമ്പാകെ സമർപ്പിക്കപ്പെടുക. വെള്ളിയാഴ്ച കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കാനിരിക്കെയാണ് തിരക്കിട്ട നീക്കം. ഇടക്കാല ജാമ്യം അനുവദിച്ചാലും കെജ്രിവാളിന് ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാനാകില്ലെന്ന് കോടതി കഴിഞ്ഞ ദിവസം വാദം കേൾക്കലിൽ അറിയിച്ചിരുന്നു. അതിനിടെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെ ശക്തമായി എതിർത്ത് ED സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലവും സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്നെന്ന ഒറ്റ കാരണത്താൽ ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് ED ഡെപ്യൂട്ടി ഡയറക്ടർ ഭാനുപ്രിയ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവർത്തിച്ചു.
കെജ്രിവാളിന് ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ജയിലിൽ ഓഫീസ് ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ ശ്രീകാന്ത് പ്രസാദ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം 1 ലക്ഷം രൂപ പിഴയിട്ട് തള്ളിയിരുന്നു.